ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിഖിൽ. ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. HSC സോഷ്യൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഇനി നമ്മൾ ഊർജ്ജസ്വലമായിട്ട് പഠിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ പഠനം ട്രാക്കിലാണോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മേഖലകൾ നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്യാതെ പോയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ മുൻകാല ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാരണം മുൻകാല ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചോദിച്ചത്, അപ്പൊ ഇന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതൊരു മെസ്സേജ് ചെയ്ത് കൂടി ഒന്ന് അറിയിക്കുക. അപ്പൊ വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ജിയോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഫിസിക്കൽ ജിയോഗ്രഫിയിൽ നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നിർവാത മേഖലകൾ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ ഓപ്ഷൻ എ പറയുന്നു, ഓപ്ഷൻ ബി പറയുന്നു സബ് പോളാർ ലോ പ്രഷർ സോൺ, സി പറയുന്നു പോളാർ ഹൈ പ്രഷർ സോൺ, ഡി പറയുന്നു ഇന്റർട്രോപ്പിക്കൽ കൺവർജന്റ് സോൺ. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ഇന്ത്യൻ മൺസൂണുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിഡൻ കാര്യം കൂടി ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം ഇന്ത്യൻ മൺസൂണ് പഠിച്ചു വെക്കുക, ഇന്ത്യൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ആഗോള മർദ്ദമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. മർദ്ദമേഖലകൾ. നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിയും ഒക്കെ അല്ലെങ്കിൽ ജല തന്മാത്രകളും ഒക്കെ അടങ്ങിയതാണ്. എന്നാൽ ഇവയെല്ലാം കൂടി ചേർന്ന് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരു മർദ്ദം, ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിന് കാരണം ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന വാതകങ്ങളെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ബലം ചെലുത്തുന്നത്. പക്ഷേ ഈ ഒരു അന്തരീക്ഷ മർദ്ദം എല്ലാ പ്രദേശത്തും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിൽ വ്യതിയാനം സംഭവിക്കാറുണ്ട്. എല്ലാ അക്ഷാംശ മേഖലയിലും അന്തരീക്ഷ മർദ്ദം ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിൽ വ്യത്യാസമുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് സൗരോർജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലാണ്. ഭൂമിയുടെ എല്ലാ പ്രദേശത്തും സൂര്യരശ്മികൾ ഒരുപോലെയല്ല പതിക്കുന്നത്. ഉദാഹരണത്തിനായിട്ട് 0 ഡിഗ്രി അക്ഷാംശ രേഖാ പ്രദേശം, ഭൂമിയുടെ മധ്യരേഖയിൽ കൂടി നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന സാങ്കല്പിക അക്ഷാംശ രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്ന. ഈ ഒരു പ്രദേശത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വർഷം മുഴുവനും ഈ ഒരു പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വാഭാവികമായിട്ട് വർഷം മുഴുവനും ഈ ഒരു പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ വായു ചൂടുപിടിക്കുന്നു, ചൂടുപിടിച്ച വായു വികസിക്കുന്നു, വികസിച്ച വായു എന്ത് ചെയ്യുന്നു? സാന്ദ്രത കുറയുകയും, ചൂടുപിടിക്കുന്നതിന്റെ ഫലമായിട്ട് വായു വികസിക്കുകയും, വികസിക്കുന്നതിന്റെ ഫലമായിട്ട് വായുവിന്റെ സാന്ദ്രത കുറയുകയും, സാന്ദ്രത കുറഞ്ഞ വായു ഉയർന്നു പൊങ്ങുന്നു, ലംബതലത്തിൽ എന്ത് ചെയ്യുന്നു? ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് 0 ഡിഗ്രി അക്ഷാംശ രേഖയും അതിനോട് അനുബന്ധിച്ചുള്ള പ്രദേശം ഒരു ന്യൂനമർദ്ദ മേഖലയായിട്ട് നമുക്ക് പറയാം. അതേസമയം 90 ഡിഗ്രി വടക്കൻ പ്രദേശമായിക്കോട്ടെ, 90 ഡിഗ്രി തെക്കൻ പ്രദേശമായിക്കോട്ടെ, ഈ 2 പ്രദേശവും സൂര്യരശ്മികൾ വളരെ ദൂരം ഇങ്ങനെ ചരിഞ്ഞ് സഞ്ചരിച്ചാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സൗരോർജത്തിന്റെ അളവും കുറയുന്നുണ്ട്, താപവും കുറയുന്നുണ്ട്. ഇങ്ങനെ താപം കുറയുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ 90 ഡിഗ്രി വടക്കിലും 90 ഡിഗ്രി തെക്കിലും 0 ഡിഗ്രി അക്ഷാംശ രേഖാ പ്രദേശത്ത് ലഭിക്കുന്നത് പോലെ തന്നെ ചൂട്, താപം ലഭിക്കുന്നില്ല. ഇതാ പറഞ്ഞത് ഭൂമിയുടെ വിവിധ അക്ഷാംശ മേഖലകളിൽ അല്ലെങ്കിൽ ഒരേ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന മേഖലകളെ ചേർത്തുകൊണ്ട് നമ്മൾ ഒരു ആഗോള മർദ്ദ മേഖലകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ സൗരോർജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിൽ വരുന്നു എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഒപ്പം തന്നെ ഭൂമിയുടെ ഭ്രമണവും അതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ ബലവും അതിന് കാരണമാണ്. ഈ 3 കാര്യങ്ങളാണ് വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ആ 2 ഫാക്ട് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്.
ഈ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് 0 അക്ഷാംശ രേഖ തൊട്ട് മുകളിൽ വരുന്ന 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്ക്, ഇതിന് രണ്ടിന്റെ ഇടയിൽ വരുന്ന, അല്ലെങ്കിൽ ഈ 5 ഡിഗ്രി വടക്കിനും 5 ഡിഗ്രി തെക്കിനും ഇടയിലുള്ള പ്രദേശത്തെയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ വിളിക്കാൻ കാരണം വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ വായു ചൂടുപിടിക്കുന്നു, ചൂടുപിടിച്ച വായു വികസിക്കുന്നു, വികസിച്ച വായുവിന് സാന്ദ്രത കുറയുന്നു, സാന്ദ്രത കുറഞ്ഞ വായു ലംബതലത്തിൽ ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കാണുന്നു. ഇതിന്റെ ഫലമായിട്ട് ഭൂമധ്യരേഖാ പ്രദേശം എന്തായിട്ട് മാറുന്നു, ഒരു ന്യൂനമർദ്ദ മേഖലയായിട്ട് നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖല കൂടിയാണ് ഏതെന്ന് പറയുന്നത്, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. പണ്ട് ഈ പ്രദേശത്തിൽ കൂടി പായ്ക്കപ്പലിൽ സഞ്ചരിക്കാൻ ഭയപ്പെട്ടിരുന്നു. കാറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് പായ്ക്കപ്പൽ സഞ്ചരിക്കുന്നത്. അപ്പൊ വൻതോതിൽ വായു വികസിച്ച് സാന്ദ്രത കുറഞ്ഞിങ്ങനെ മുകളിലോട്ട് ലംബതലത്തിൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ നമുക്ക് കാറ്റുകൾ ഇല്ലാത്ത മേഖലയായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാറ്റുകൾ ഫീബിൾ ആണ്, അല്ലെങ്കിൽ ദുർബലമായിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്, നിർവാത മേഖലകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഏത് മേഖലയാണ്, 5 ഡിഗ്രി വടക്കിനും 5 ഡിഗ്രി തെക്കിനും ഇടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നിർവാത മേഖലകൾ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ട ഈ 5 ഡിഗ്രി വടക്കിനും 5 ഡിഗ്രി തെക്കിനും ഇടയിൽ ഒരു ആഗോളവാദം, ഒരു കാറ്റ് വന്നു ചേരുന്നുണ്ട്. ആ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 30 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിൽ നിന്നും 30 ഡിഗ്രി തെക്കൻ അക്ഷാംശത്തിൽ നിന്നും ഒരു കാറ്റ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭൂമധ്യരേഖ പ്രദേശം എന്ന് പറയുന്നത് ഈ പ്രദേശം ന്യൂനമർദ്ദമാണ്. അപ്പൊ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും കമ്പാരിറ്റീവ്ലി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ്, കുറച്ചും കൂടി ന്യൂനമർദ്ദമല്ലാത്തൊരു പ്രദേശമാണ്. കാരണം സൂര്യരശ്മികൾ ഈ രീതിയിൽ വളഞ്ഞെത്തുന്നത് കൊണ്ട് തന്നെ താപത്തിൽ അളവ് കുറവ് വരുന്നുണ്ട്. അപ്പൊ ഈ 30 ഡിഗ്രി തെക്കും 30 ഡിഗ്രി വടക്കും എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖലയാണ്. ഒരു കാറ്റെന്ന് പറയുന്നത് വായുവിന്റെ തിരശ്ചീനമായിട്ടുള്ള ചലനമാണ്. ഞാൻ ഇപ്പൊ വരച്ചതുപോലെയാണ്. കാറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ആര് സഞ്ചരിക്കുന്നത്, കാറ്റ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ 30 ഡിഗ്രി തെക്ക് നിന്നും 30 ഡിഗ്രി വടക്ക് നിന്നും വാണിജ്യവാദങ്ങൾ ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖാ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. കാരണം 0 ഡിഗ്രി അക്ഷാംശ രേഖാ പ്രദേശം എന്ന് പറയുന്നത് എന്താണ്, ഒരു ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ എന്താ സംഭവിച്ചത്, അവിടുത്തെ വായു ചൂട് പിടിച്ച് വികസിച്ച് ഉയർന്നു പൊങ്ങി പോകുന്നു, ലംബതലത്തിൽ ഉയർന്നു പൊങ്ങുകയും അതിന്റെ ഫലമായിട്ട് ഈ ഒരു പ്രദേശം ന്യൂനമർദ്ദമാവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് എന്ത് വരുന്നുണ്ട്, 30 ഡിഗ്രി വടക്ക് നിന്നും 30 ഡിഗ്രി തെക്ക് നിന്നും, 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ്. അവിടെ ഉച്ചമർദ്ദ മേഖലയായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് നിന്നുള്ള കാറ്റ് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നു. അപ്പൊ ഉഷ്ണമേഖലയിലെ ആഗോളവാദത്തെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമുക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത്. അതായത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും. ഇത് രണ്ടും എന്താണ്, പേര് പോലെ തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഇവിടെ ഉച്ചമർദ്ദ മേഖലയാണ് ഈ രണ്ട് പ്രദേശം. ഭൂമധ്യരേഖാ പ്രദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പൊ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നതെന്ന് ഞാൻ പറഞ്ഞു, ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് വശത്തു നിന്നും കാറ്റുകൾ വന്ന് സംഗമിക്കുന്നത് എവിടെയാണ്, 0 ഡിഗ്രി അക്ഷാംശ രേഖാ പ്രദേശത്താണ്. 30 ഡിഗ്രി വടക്ക് നിന്ന് വരുന്ന വാണിജ്യവാദവും 30 ഡിഗ്രി തെക്ക് നിന്ന് വരുന്ന വാണിജ്യവാദവും തമ്മിൽ സംഗമിക്കുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയുടെ അടുത്ത് നിൽക്കുന്നതാണ്. പക്ഷെ നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന ഈ കാറ്റുകൾ പായ്ക്കപ്പലുകളുടെ സഞ്ചാരത്തിന് ഒരു സഹായം ചെയ്യുന്നത് കൊണ്ട് തന്നെ വാണിജ്യവാദങ്ങൾ എന്നൊരു പേര് കൂടി ഇതിന് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ജർമ്മൻ ഭാഷയിൽ ട്രേഡൻ എന്ന പദത്തിൽ നിന്നുമാണ് വാണിജ്യവാദം അല്ലെങ്കിൽ ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കപ്പെട്ടത്. അപ്പൊ ഒരേ ദിശയിൽ വീശുന്ന കാറ്റ് ആയതുകൊണ്ടാണ് ജർമ്മൻ ഭാഷയിൽ ട്രേഡൻ എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കപ്പെട്ടത്.
അപ്പോൾ രണ്ട് രീതിയിലെ വാണിജ്യവാദങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. അപ്പൊ വാണിജ്യവാദങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് എത്രയായിട്ട് തിരിക്കാൻ കഴിയുന്നുണ്ട്? രണ്ടായിട്ട് തിരിക്കാൻ കഴിയുന്നുണ്ട്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമാണ്. ഇതെന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്, അല്ലെ, ഉച്ചമർദ്ദ പ്രദേശമാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല പ്രദേശമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാറ്റ് 0 ഡിഗ്രി അക്ഷാംശ രേഖയിലേക്ക് ഇങ്ങനെ വീശുമ്പോൾ, ഉച്ചമർദ്ദത്തിൽ നിന്നും 0 ഡിഗ്രി അക്ഷാംശ രേഖ ഞാൻ നേരത്തെ ന്യൂനമർദ്ദത്തിലേക്ക് വീശുമ്പോൾ കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. കാറ്റ്, ജലം ഇവ രണ്ടും ഭൂമി സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നതാണ്. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ട് ഈ കാറ്റിന്റെയും ജലത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ഫലമായിട്ട്, ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇതിന്റെ ഫലമായിട്ട് വടക്ക് നിന്ന് വരുന്ന ഒരു കാറ്റിന്, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഒരു കാറ്റിന്റെ സഞ്ചാര ദിശ എന്ന് പറയുന്നത് അതിന് വലത്തോട്ട് വ്യതിചലനം സംഭവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുകളിൽ നിന്ന് വരുന്ന ഒരു കാറ്റാണ്. 30 ഡിഗ്രി വടക്ക് നിന്ന് 0 വരുമ്പോൾ ഈ കാറ്റിന് മുകളിൽ നിന്നുള്ള ഒരാളുടെ വലത് വശത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? മാറ്റം വരുന്നത്. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസിലാണ് കാറ്റുകളുടെ സഞ്ചാര ദിശ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഈ രീതിയിലാണ് കാറ്റ് വരേണ്ടത്. പക്ഷെ ഇത് വടക്കാണ്, ഇത് കിഴക്കാണ്. പക്ഷെ ഈ കാറ്റിന്റെ ഡയറക്ഷൻ എന്തായി? ഈ കോറിയോലിസ് ഫോഴ്സ് കാരണം, ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. എങ്ങോട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത്? ഈ രീതിയിലാണ് ഡയറക്ഷന് വ്യതിയാനം സംഭവിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, ഒരു കാറ്റിന് നമ്മൾ പേരിടുന്നത് ആ കാറ്റ് ഏത് ദിശയിൽ നിന്നാണോ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാറ്റിന് പേരിടുന്നത്. ഇങ്ങനെയാണ് 30 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയിൽ നിന്ന് വീശുന്ന കാറ്റിനെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതേസമയം 30 ഡിഗ്രി തെക്കൻ അക്ഷാംശ രേഖയിൽ നിന്ന് വീശുന്ന കാറ്റിനെ നമ്മൾ എന്തെന്ന് പേരിടുന്നു? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് പേരിടുന്നത്. ഇവിടെ കാറ്റ് ഇങ്ങനെ നേരെയാണ് പോകേണ്ടത്. പക്ഷേ കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ രീതിയിൽ ഡയറക്ഷൻ, അതായത് കാറ്റിന് ഇടത്തോട്ടൊരു വ്യതിചലനം സഞ്ചരിക്കുന്നുണ്ട്. കോറിയോലിസ് ഫോഴ്സ് കാരണം, ഭൂമിയുടെ ഭ്രമണം മൂലം കോറിയോലിസ് ഫോഴ്സ് കാരണം ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റിന്റെയും ജലത്തിന്റെയും സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടാണ് വ്യതിയാനം സഞ്ചരിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ കാറ്റ് ഈ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഈ നോക്കിയേ, ഇവിടെ വരുമ്പോൾ നമുക്ക് തെക്കാണ് ഇത്, ഇവിടെ കിഴക്ക്, ഈ ഡയറക്ഷൻ തെക്ക് കിഴക്കൻ. കണ്ടോ, ഇതാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. തെക്കും കിഴക്കും, താഴെ തെക്കാണ്, ഇത് കിഴക്കാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടി വരുന്ന ഒരു കാറ്റായാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ രണ്ട് വാണിജ്യവാദങ്ങളും സംഗമിക്കുന്ന പ്രദേശമാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്ന് പറയുന്നത്. രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല അല്ലെങ്കിൽ ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്ന് പറയുന്നത്. ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോണുകൾ കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്ന ഡോൾഡ്രം മേഖലയാണ്. ഈ അതായത് ഈ പറയുന്ന മേഖല 0 ഡിഗ്രി അക്ഷാംശ രേഖയോട് അനുബന്ധിച്ച് നിൽക്കുന്ന മേഖലയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്ന് പറയുന്നത്. പക്ഷെ വർഷം മുഴുവനും ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ മേഖല 0 ഡിഗ്രി അക്ഷാംശ രേഖ പ്രദേശത്താണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഋതുഭേദങ്ങളാണ്. നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്?
പരിക്രമണം കൂടി ചെയ്യുന്നുണ്ട്. ഭൂമി സൂര്യനെ വലം വെക്കുന്നുണ്ട്. ഈ വലം വെക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചരിവുണ്ട്. അതിന്റെ ഫലമായിട്ട് എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞുള്ള സൂര്യൻ എപ്പോഴും 0 ഡിഗ്രി അക്ഷാംശ രേഖയിലേക്ക് നിൽക്കുന്നില്ല. ആ വടക്കോട്ടും തെക്കോട്ടും സൂര്യന് സഞ്ചാര ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ നിർവാത മേഖല ഇംഗ്ലീഷിൽ നമുക്ക് ഡോൾഡ്രം എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. ഡോൾഡ്രം എഫക്റ്റ് എന്ന് പറയുന്നത് ഈ 0 ഡിഗ്രി അക്ഷാംശ 30 ഡിഗ്രി വടക്ക് നിന്നും 30 ഡിഗ്രി തെക്ക് നിന്നും വരുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ഒരു ലോ പ്രഷർ ഏരിയ, ന്യൂനമർദ്ദ മേഖലയാണ് ഏതെന്ന് പറയുന്നത് ഇന്റർട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ നേരത്തെ ഋതുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് പ്രീവിയസ് ആയിട്ടൊരു ചോദ്യം ആ മേഖലയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏതാണ്? ഓപ്ഷൻ എ മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ, ബി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ, സി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22, ഡി പറയുന്നത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയാണ്. ദക്ഷിണാർദ്ധഗോളമാണ്. എവിടെയാണ് ഈ ദക്ഷിണാർദ്ധഗോളം വരുന്നത്? 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് താഴെയാണ് നമുക്ക് ദക്ഷിണാർദ്ധഗോളം കാണാൻ കഴിയുന്നത്. ഉത്തരാർദ്ധഗോളം നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മുകളിലാണ്. ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ പൂർണ്ണമായിട്ടും 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മുകളിലാണ്. ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരാർദ്ധഗോളത്തിലാണ് നമ്മുടെ സ്വന്തം ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ എവിടുത്തെ വസന്തകാലമാണ് ചോദിച്ചിരിക്കുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തകാലമാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിൽ ഋതുക്കൾ രൂപം കൊള്ളുന്നതിന് കാരണമെന്ന് പറയുന്നത് സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റമാണ്. സൂര്യൻ 365 ദിവസവും ഒരിടത്ത് തന്നെ നിൽക്കുന്നില്ല, മാറ്റം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ അന്നും ഇന്നും എന്നും ഒരിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. പക്ഷെ ഭൂമിയുടെ പരിക്രമണം മൂലം, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് മൂലം സൂര്യന് ആപേക്ഷികമായ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയിൽ ഋതുക്കൾ രൂപം കൊള്ളുവാൻ കാരണം എന്തെന്ന് ഒറ്റയടിക്ക് ചോദിക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ്, സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റം, ഈ 2 കേസുകളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഋതുഭേദങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ട്, നമ്മള് ഗ്ലോബ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഗ്ലോബില് അതായത് ഒരു ഇമാജിനറി ദണ്ട്, അതിനെയാണ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ആ ആക്സിസിൽ ഒരു പന്തിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ബോളിനെ നമ്മൾ അതിൽ പ്രൊജക്ട് ചെയ്ത് നേരെയല്ല വച്ചിരിക്കുന്നത്, അല്പം ചരിഞ്ഞ് വീഴാൻ പോകുന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 2 രീതിയിൽ നമുക്ക് എക്സാമിന് ചോദ്യമായിട്ട് ചോദിക്കാം. ഒന്നെന്ന് പറയുന്നത് പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവെന്ന് പറയുന്നത് 66.5 ഡിഗ്രിയാണ്. അതേസമയം മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ലംബതലത്തിൽ നിന്ന് നോക്കുമ്പോൾ അച്ചുതണ്ടിന്റെ ചരിവെന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. ഒരിക്കൽ കൂടി പറയാം, ഇത് ഭൂമിയുടെ അച്ചുതണ്ടാണെങ്കിൽ ഈ അച്ചുതണ്ടിന്റെ ലംബതലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയുമുണ്ട്. പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് പരിക്രമണം ചെയ്യുന്ന ഈ രീതിയിലാണ്, അതുകൊണ്ടാണ് നമ്മൾ പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ 66.5 ഡിഗ്രി ചരിവുമുണ്ട് എന്ന് പറയുന്ന. ഇനി ഭൂമി 365 ദിവസം കൊണ്ടാണ് ഒരു പരിക്രമണം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് 365 ദിവസം കൊണ്ട് വലം വയ്ക്കുന്നു, ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ പറയുന്ന അച്ചുതണ്ടിന്റെ ചരിവ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ടാണ് ഭൂമി ആ ഒരു പരിക്രമണം കംപ്ലീറ്റ് ചെയ്യുന്നത്, പൂർത്തിയാക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? സൂര്യന്റെ ഏറ്റക്കുറച്ചിൽ, സൂര്യൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും 0 ഡിഗ്രി അക്ഷാംശ രേഖയിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സൂര്യൻ എന്ന് പറയുന്നത് ദക്ഷിണായന രേഖയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ സൂര്യരശ്മികളുടെ ഏറ്റക്കുറച്ചിലാണ് എന്തിന് കാരണമാകുന്നത്? ഭൂമിയിൽ ഋതുക്കൾ രൂപം കൊള്ളാൻ കാരണമാകുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഫാക്റ്റ് ആണ് അച്ചുതണ്ടിന്റെ സമാന്തരത.
പരിക്രമണ വേളയിലുടനീളം ഭൂമി അതിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് നിലനിർത്തുന്നതിനെയാണ് എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയുന്നത്. അച്ചുതണ്ടിന്റെ ചരിവ് കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ലംബതലത്തിൽ 23.5 ഡിഗ്രിയും ഉണ്ട്. പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എത്രയാ കാണാൻ കഴിയുന്നത്? 66.5 ഡിഗ്രിയുമാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? സൂര്യന് ആപേക്ഷികമായ സ്ഥാനമാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂര്യന് ആപേക്ഷികമായിട്ടുള്ള സ്ഥാനമാറ്റം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മാർച്ച് 21 നമ്മൾ സൂര്യനെ കണ്ടത് എവിടെയാണ്? 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ടാണ് നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നത്. മാർച്ച് 21 സൂര്യൻ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മാർച്ച് മാസം 21 ഉത്തരാർദ്ധഗോളത്തിലും, അതായത് 90 ഡിഗ്രി ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും കിട്ടണമെങ്കിൽ സൂര്യൻ മധ്യഭാഗത്ത് നിൽക്കണം. അപ്പൊ മാർച്ച് 21 എന്ന് പറയുന്നത് സൂര്യൻ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. മാർച്ച് 21 ശേഷം സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റം എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? വടക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് 0 ഡിഗ്രിയിൽ നിന്നും മുകളിലോട്ട്, 0 ഡിഗ്രി അക്ഷാംശ രേഖയായിട്ടുള്ള ഭൂമധ്യ രേഖയിൽ നിന്നും മുകളിലോട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നു. എങ്ങനെയാണ്? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ മാസമാകുമ്പോൾ സൂര്യൻ 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖ, ഈ 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖയ്ക്ക് ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ എവിടെ എത്തിച്ചേരുന്നു? ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നാണ് ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു? അപ്പം മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് സൂര്യൻ സഞ്ചരിച്ച് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തുന്നു. ഈ ദിനത്തെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കപ്പെടുന്നത്. അതായത് നമുക്ക് എന്താണ്? ഗ്രീഷ്മ അയനാന്തമാണ്. അതായത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് നമുക്ക് ഗ്രീഷ്മ അയനാന്തമാണ്. അപ്പൊ ഇങ്ങനെ സൂര്യൻ ജൂൺ 21 എവിടെ എത്തിച്ചേരുന്നു? ഇത് 0 ഡിഗ്രി അക്ഷാംശ രേഖ, ഇത് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖ. ജൂൺ 21 സൂര്യൻ 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖ, അതായത് ഇന്ത്യയുടെ മധ്യഭാഗം കൂടി കടന്നു പോകുന്നത് 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയായിട്ടുള്ള ട്രോപിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്ന ഉത്തരായന രേഖ. അപ്പൊ ഉത്തരായന രേഖയ്ക്ക് ലംബമായിട്ട് സൂര്യൻ എത്തുന്നത് ജൂൺ 21 ഈ ദിനത്തെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ നിലനിൽക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രി അനുഭവപ്പെടുന്നു. കണ്ടോ? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ എപ്പോഴാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്? നമുക്കിവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ? നമുക്കിവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സൂര്യൻ 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പ്രദേശത്ത് പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുന്നു. ജൂൺ മാസത്തെ അന്തരീക്ഷം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. 7-7:15 ആകുമ്പോഴാണ് നേരെ ഇരുട്ടുന്നത്. അതേസമയം ഡിസംബർ മാസത്തെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. 5:45 ആകുമ്പോഴേ ഇരുട്ട് വ്യാപിക്കുന്നുണ്ട്. അതിന് കാരണം ജൂൺ മാസത്തിൽ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച്, ഉത്തരാർദ്ധഗോളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പകലിന്റെ ദൈർഘ്യം കൂടുതലുമാണ്, നമുക്ക് എന്ത് കുറവുമാണ്? രാത്രിയുടെ ദൈർഘ്യം കുറവുമാണ്. ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ ഹ്രസ്വമാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് താഴെയുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്ന് നേരെ ഇരുട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ജൂൺ 21 ശേഷം സൂര്യൻ വീണ്ടും പതുക്കെ പതുക്കെ താഴോട്ട് വരുന്നുണ്ട്. അതായത് 0 ഡിഗ്രി അക്ഷാംശ രേഖയിലേക്ക് വരുന്നുണ്ട്. എപ്പോഴാണ് എത്തിച്ചേരുന്നത്? മാർച്ച് 21 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖയിൽ കണ്ട സൂര്യനെ നമ്മൾ വീണ്ടും ജൂൺ 21 ഭൂമധ്യരേഖയിൽ ലംബമായിട്ട് സൂര്യനെ കാണുന്നത്. സെപ്റ്റംബർ 23 വീണ്ടും എവിടെ എത്തുന്നുണ്ട്? സൂര്യൻ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് ലംബമായി എത്തുന്നു. മാർച്ച് 21 നിന്നും ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ എവിടെ എത്തിച്ചേരുന്നു? 23.5 ഡിഗ്രി ട്രോപിക് ഓഫ് ക്യാൻസറിൽ എത്തിയ സൂര്യൻ ജൂൺ
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറോടുകൂടി എവിടെ എത്തിച്ചേരുന്നു? 0° അക്ഷാംശ രേഖ. അപ്പൊ വർഷത്തെ 2 തവണ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ട് എത്തിച്ചേരുന്നു. ആ ദിവസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അയനാന്തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷുവങ്ങൾ അല്ലെങ്കിൽ 2 എണ്ണമുണ്ട്. ഇതൊന്നും കൂടെ പറയാം. ഇവിടെ വെട്ടി അവിടെ നിന്നിട്ട് ഒന്നും കൂടെ പറയാണേ. ഇവിടെ നമ്മൾ വർഷത്തെ 2 തവണ സൂര്യൻ 0° അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് എത്തുന്നുണ്ട്. ഒന്നെന്ന് പറയുന്ന മാർച്ച് 21, പിന്നെ മാർച്ച് 21 ശേഷം സൂര്യൻ 23 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ലംബമായിട്ട് എത്തുന്നു ജൂൺ 21. അതിനുശേഷം വീണ്ടും സൂര്യൻ താഴോട്ട് സഞ്ചരിച്ച് 0° അക്ഷാംശ രേഖയിൽ എത്തുന്നത് എന്താണ്? സെപ്റ്റംബർ മാസം 23-നാണ്. അപ്പൊ വർഷത്തെ 2 തവണ നമ്മുടെ സൂര്യൻ 0° അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് എത്തുന്നുണ്ട്. അതെന്തൊക്കെയാണ്? മാർച്ച് 21-നും സെപ്റ്റംബർ 23-നുമാണ് എത്തുന്നത്. ഈ 2 ദിവസങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ലഭിക്കുന്ന ദിവസമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന. അപ്പൊ ഇതിനെയാണ് നമുക്ക് വിഷുവങ്ങൾ എന്ന് പറയുന്ന. 2 വിഷുവങ്ങൾ, വസന്ത വിഷുവും ശരത് വിഷുവും. 2 വിഷുവങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പൊ പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ മാർച്ച് 21, സെപ്റ്റംബർ 23. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സൂര്യന്റെ സ്ഥാനം മധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്ന ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അത് നോട്ട് ചെയ്യാം. 2 വിഷുവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വസന്ത വിഷുവും ശരത് വിഷുവും കാണുന്നു. ഇതിന് ശേഷം സെപ്റ്റംബർ 23-ന് ശേഷം സൂര്യൻ വീണ്ടും എങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്? 0° അക്ഷാംശ രേഖയിൽ. സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ സൂര്യനെ കണ്ടത് 0° അക്ഷാംശ രേഖയിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോൾ സൂര്യൻ വീണ്ടും 23.5° തെക്കൻ അക്ഷാംശ രേഖയിലേക്ക് എത്തിച്ചേരുന്നു. അതായത് 0° അക്ഷാംശ രേഖയ്ക്ക് താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നറിയപ്പെടുന്ന ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിട്ട് സൂര്യൻ എത്തിച്ചേരുന്നു. ഈ സമയത്ത്, അതായത് ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23-ന് ഭൂമധ്യരേഖയിൽ എത്തുന്നു. അപ്പൊ ഈ കാലയളവിൽ നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് നമ്മളെ സംബന്ധിച്ച് വേനൽക്കാലമാകുന്നത്. ഈ വേനൽക്കാലത്ത് നിന്നും നമുക്ക് എന്താ വരുന്നുണ്ട്? ഒരു ശൈത്യകാലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോ പറഞ്ഞത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം നമുക്ക് പരിശോധിക്കുമ്പോൾ ശൈത്യ കാലഘട്ടത്തിന്റെ ആരംഭമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ തെക്കോട്ട് അയനം ചെയ്യുന്നു. ഇനി സൂര്യൻ ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലാകുന്നു. ഈ ദക്ഷിണായന രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞാൽ 0° അക്ഷാംശ രേഖയ്ക്ക് താഴെയാണ്. 23.5° തെക്കൻ അക്ഷാംശ രേഖയാണ്. ഇവിടെ സൂര്യൻ എത്തുന്നത് എന്താണ്? ഡിസംബർ 22-നാണ് എത്തുന്നത്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. അപ്പൊ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണോ ഇപ്പം ഡിസംബറിൽ? അല്ല. എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. നമുക്കപ്പൊ എന്തായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലമാണ്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം എന്നെന്ന് ചോദിച്ചാൽ അത് എഴുതി വെക്കുക. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകല്, അതായത് നമുക്ക് ഡിസംബർ മാസത്തിൽ 5:45 ആകുമ്പോൾ നേരെ ഇരുട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡിസംബർ 22-ന് ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു ടേം ആണ് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹേമന്തകാലമാണ്. അതായത് ഹേമന്തകാലം എന്ന് പറയുന്നത് വേനൽക്കാലത്തിന്റെ തീഷ്ണതയിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം. ഈ കാലഘട്ടത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുന്നു. പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്ന കാലമാണ്.
ഈ ഡിസംബർ 22-ന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21-ന് വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഡിസംബർ 22-ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നമ്മൾ കണ്ട ദക്ഷിണായന രേഖയ്ക്ക് ലംബമായിട്ട് കണ്ട സൂര്യൻ വീണ്ടും 0° അക്ഷാംശ രേഖയിലേക്ക് എത്തുന്നത് മാർച്ച് 21-നാണ്. ഈ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം, നമുക്ക് വിന്റർ സീസണും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ലഭ്യമാവുന്ന കാലയളവ് ഏതെന്ന് ചോദിച്ചാൽ മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെയാണ്. കാരണം മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യന്റെ ആപേക്ഷികമായ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലാണ്. അതേസമയം സെപ്റ്റംബർ 23 മുതൽ മാർച്ച് 21 വരെ സൂര്യന്റെ സ്ഥാനം എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ലഭ്യമാകുന്ന കാലഘട്ടമാണ് സെപ്റ്റംബർ 23 തൊട്ട് മാർച്ച് 21 വരെയുള്ള. ശൈത്യകാലത്ത് നിന്നും ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് വസന്തകാലം എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ നമുക്ക് വസന്തകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലഘട്ടം. അതായത് സൂര്യൻ 0° അക്ഷാംശ രേഖയിൽ നിന്നും 23.5° വടക്കൻ അക്ഷാംശ രേഖയിൽ എത്തുന്ന കാലഘട്ടത്തിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെയുള്ള നമുക്ക് വസന്തകാലം അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്തിന്റെ തീഷ്ണതയിൽ നിന്നും ശൈത്യത്തിലേക്കുള്ള മാറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഹേമന്തകാലം. അത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലം എപ്പോഴാണെന്ന്. അത് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതാണ്. എപ്പോഴാണ് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത്? 0° അക്ഷാംശ രേഖയിൽ സെപ്റ്റംബർ 23-ന് സൂര്യൻ നിൽക്കുന്നു. പിന്നെ 23.5° തെക്കൻ അക്ഷാംശ രേഖയിൽ സൂര്യൻ എത്തിച്ചേരുന്നത് എന്നാണ് എത്തിച്ചേരുന്നത്? ഡിസംബർ 22-ാം തീയതി. അപ്പൊ സെപ്റ്റംബർ 23 ഞാൻ ഇവിടെ എഴുതിയ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലഘട്ടത്തിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് ഡിസ്കസ് ചെയ്ത ബേസിക് ഫാക്റ്റും പോയിന്റും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നോക്കി വെക്കുക. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കും. അടുത്തത് നമ്മൾ വിട്ടുകളയുന്ന ഒരു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. അതിൽ നിന്നൊരു ചോദ്യം കഴിഞ്ഞ നമ്മുടെ എക്സാമിനുണ്ടായിരുന്നു. 2022 ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത്? ഊഷ്മാവ് കുറയൽ, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം, പകലിന്റെ ദൈർഘ്യം. ഈ 4 ഫാക്റ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ 4 ഫാക്റ്റിൽ ഏത് ഖനീഭവിക്കലിനെ സ്വാധീനിക്കാത്തത്? ഈ എന്താണ് ബാഷ്പീകരണവും ഖനീകരണവും? ഈ 2 ടേം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോവുകയാണ്. ബാഷ്പീകരണത്തിന്റെയും ഖനീകരണത്തിന്റെയും ഫലമായി അന്തരീക്ഷ വായുവിൽ ഈർപ്പത്തിന്റെ അളവ് യഥാക്രമം കൂട്ടിച്ചേർക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതായത് ബാഷ്പീകരണം എന്ന് പറയുന്നത് ദ്രാവക അവസ്ഥയിലുള്ള ജലം വാതക അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ്. ദ്രാവക അവസ്ഥയിലുള്ള ജലം എന്തായിട്ട് മാറുന്നു? ബാഷ്പീകരണത്തിലൂടെ ജലം വാതക അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ ബാഷ്പീകരണത്തിന്റെ പ്രധാന കാരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? താപം. നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുമ്പോൾ തിളയ്ക്കുന്നു, അത് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ചൂട് അടിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? സമുദ്രജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അപ്പൊ ബാഷ്പീകരണത്തിനെ ത്വരിതപ്പെടുത്തുന്നത് എന്താണ്? താപമാണ്. ജലം നീരാവിയായി മാറാൻ തുടങ്ങുന്ന ഊഷ്മാവിനെയാണ്. ജലത്തിന് നീരാവിയായി മാറാൻ ഒരു ഊഷ്മാവ് ഉണ്ടാവണം, അല്ലെ? ആ ഊഷ്മാവിനെയാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് കൂടി ഒന്ന് നോക്കി വെക്കുക. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ വായുവിന്റെ ഈർപ്പം ആഗിരണം ചെയ്യുവാനും നിലനിർത്തുവാനുമുള്ള കഴിവ് വർദ്ധിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് കൂടുമ്പോൾ, ഫോർ എക്സാമ്പിൾ 0° അക്ഷാംശ രേഖ പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പ്രദേശത്ത് ഊഷ്മാവ് കൂടുമ്പോൾ അവിടുത്തെ അന്തരീക്ഷ വായുവിന് ഈർപ്പം ആഗിരണം ചെയ്യുവാനും അതിനെ നിലനിർത്തുവാനുമുള്ള എന്തുണ്ട്? കഴിവ് വർദ്ധിക്കുന്നു. ഇനി എന്താണ്? നീരാവി ജലമായി മാറുന്ന പ്രക്രിയയാണ് ഖനീഭവിക്കൽ. നീരാവി, അതായത് വാതക അവസ്ഥയിലുള്ള ജലം എന്തായിട്ട് മാറുന്നു?
ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ ഖനീഭവിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ഖനീഭവിക്കലിന് കാരണം എന്ന് പറയുന്നത് താപനഷ്ടമാണ്. ബാഷ്പീകരണത്തിന് കാരണം താപം കൂടുമ്പോൾ ബാഷ്പീകരണ തോത് കൂടുന്നു. ഖനീഭവിക്കലിന് കാരണം എന്ന് പറയുന്നത് താപനഷ്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പോയിന്റ് എടുത്തൊന്ന് ഓർത്തു വെക്കുക. ഈർപ്പം നിറഞ്ഞ വായു തണുക്കുന്നതിനോടൊപ്പം അതിന് ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് നഷ്ടമാകുന്നു. ഒരു പ്രദേശത്തെ വായു ഈർപ്പത്തെ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വലിച്ചെടുത്ത് മാക്സിമം അതിനെ കൊണ്ട് പറ്റുന്ന അത്രയും അത് വലിച്ചെടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവസാനം ആ വായു പെട്ടെന്ന് തണുക്കാനും തുടങ്ങുന്നു. അതിന് ഈർപ്പത്തെ നിലനിർത്താൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ജലബാഷ്പം ഖനീഭവിച്ച് ദ്രാവക രൂപത്തിലേക്ക് മാറുന്നു. ചില സന്ദർഭങ്ങളിൽ ജലബാഷ്പം നേരിട്ട് ഖരാവസ്ഥയിലേക്ക് മാറും. ഇതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ജലബാഷ്പം നേരിട്ട് ഖരാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഖനീകരിക്കാൻ അല്ലെങ്കിൽ ഖനീഭവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അന്തരീക്ഷ വായുവിലെ ധൂളികളും പുകയും സമുദ്രജലത്തിൽ നിന്ന് ഉയരുന്ന ഉപ്പ് കണികളും ജലബാഷ്പത്തെ ആഗിരണം ചെയ്യുകയും അതിനു ചുറ്റും ഖനീഭവിക്കൽ നടത്തുകയും ചെയ്യുന്നു. ഖനീഭവിക്കലിന് കാരണമാകുന്ന ഇത്തരം വളരെ ചെറിയ പദാർത്ഥങ്ങളെയാണ് അതിസൂക്ഷ്മ ഖനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വായുവിന്റെ വ്യാപ്തം, ഊഷ്മാവ്, മർദ്ദം, ആർദ്രത എന്നിവയാണ് ഖനീഭവിക്കലിന് സഹായിക്കുന്നത്. ഈ ഒരു അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ, പുകയും ഉണ്ടെങ്കിൽ, സമുദ്രജലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഉപ്പ് കണികകൾ ഇവ ഇത്രയും ജലബാഷ്പത്തെ ആഗിരണം ചെയ്യുകയും അതിനു ചുറ്റി ഖനീഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഖനീഭവിക്കലിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ചോദിച്ചാൽ വായുവിന്റെ വ്യാപ്തം സ്ഥിരമാവുകയും ഊഷ്മാവ് തുഷാരാംഗത്തിലേക്ക് താഴുകയും ചെയ്യുമ്പോൾ, വായുവിന്റെ വ്യാപ്തവും ഊഷ്മാവും കുറയുമ്പോൾ, ബാഷ്പീകരണത്തിലൂടെ കൂടുതൽ ഈർപ്പം വായുവിൽ കൂട്ടിച്ചേർക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത്? ഊഷ്മാവ് കുറയുന്നത്, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം. ഇവ മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വന്നിട്ടുണ്ട്. ഊഷ്മാവ് കുറയുന്നത്, ഉയർന്ന ആർദ്രത, പൊടിപടലങ്ങളുടെ സാന്നിധ്യം ഖനീഭവിക്കലിനെ സഹായിക്കുന്നുണ്ട്. വായുവിന്റെ വ്യാപ്തം സ്ഥിരമാവുകയും ഊഷ്മാവ് തുഷാരാംഗത്തിലേക്ക് താഴുമ്പോൾ, വായുവിന്റെ വ്യാപ്തവും ഊഷ്മാവും കുറയുമ്പോൾ, ബാഷ്പീകരണത്തിലൂടെ കൂടുതൽ ഈർപ്പം വായുവിൽ കൂട്ടിച്ചേർക്കുമ്പോൾ. അപ്പൊ ഇതിൽ എന്തില്ല? പകലിന്റെ ദൈർഘ്യമില്ല. അപ്പൊ താഴെ പറയുന്നവയിൽ ഖനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏതെന്ന് ചോദിച്ചാൽ പകലിന്റെ ദൈർഘ്യമാണ്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്